ചാനൽ ട്രിനിറ്റി വോയിസ്. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയുമി ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപ ഒന്നാശ്രയം. ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 15 വേഴ്സ് 6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി കൗണ്ടഡ് ഇറ്റ് ടു ഹിം ഫോർ റൈറ്റസ്നെസ്. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. ഇത് റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ബിസൈഡ്സ് ജീസസ്, ഡേവിഡ് പ്രോബബ്ലി ഹാഡ് ദ ക്ലോസസ്റ്റ് friend with God of anyone. God took pleasure in calling him a man after my own heart. Yet David frequently complained of God's apparent absence. Lord, why are you standing aloof and far away? Why do you hide when I need you the most? Why have you forsaken me? Why do you remain so distant? Why do you ignore my cries for help? Why have you abandoned me? Of course, God hadn't really left David, and he doesn't leave, forsake you. But God has not promised, you will always feel my presence. In fact, God admits that sometimes he hides his face from us. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ്സ് ഓർ സദൃശ്യവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 2. സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. He that walketh in his uprightness feareth the Lord, but he that is perverse in his ways despiseth him. ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർ മത്തായി. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആൻഡ് forgive us our debts as we forgive our debtors. ഇനി നമുക്ക് വായനാ ഭാഗം നോക്കാം. അതിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് യേശു മരിച്ചതെന്നാണ്. പിന്നെ അതിൻ്റെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ശത്രുക്കൾ, യേശുവിനെ പിടികൂടാനുള്ള പദ്ധതി, അതൊക്കെയാണ്. മത്തായി 26-ന്റെ 1 മുതൽ 5 വരെ. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 1 to 5. പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ വലിയ ജനക്കൂട്ടം യെരുശലേമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ അനേകരും മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിന് നഗരത്തിലേക്ക് വീരോചിതമായി വരവേൽപ്പ് നൽകി. ഉപദേശങ്ങളെല്ലാം തീർന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് പെസഹ ആണല്ലോ. മനുഷ്യനായി തീർന്നവൻ ഇനി ഉടൻ തന്നെ തൻ്റെ ജനത്താൽ കൊല്ലപ്പെടും. മുഖ്യ പുരോഹിതരും മൂപ്പന്മാരും മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ചു. അവർ യേശുവിനെ രഹസ്യത്തിൽ പിടികൂടി
വധിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. പെരുന്നാളിൻ്റെ സമയത്ത് വേണ്ട, അവർ പറഞ്ഞു, അല്ലെങ്കിൽ ജനം നമുക്ക് എതിരെ തിരിയും. ഇനി യൂദ യേശുവിനെതിരെ തിരിയുന്നു. മർക്കോസ് 14:10-11 വരെ. മാർക്സ് ചാപ്റ്റർ 14 വേഴ്സ് 10-11. പിന്നീട് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ യൂദ ഈസ്കര്യോത്ത മുഖ്യ പുരോഹിതരെ ചെന്ന് കണ്ട് യേശുവിനെ പിടികൂടാൻ സഹായിക്കാമെന്ന് അവൻ അവർക്ക് വാക്കുകൊടുത്തു. അങ്ങനെ അവർ അവന് പണം നൽകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ യേശുവിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുവാനായി യൂദ തക്കം നോക്കുന്നതാണ്. അന്ത്യത്താഴം, മാളികമുറി. അന്ത്യത്താഴം മെയിൻ ഹെഡിങ്ങും മാളികമുറി സബ് ഹെഡിങ്ങുമാണ്. മർക്കോസ് 14:12-16 വരെ. മാർക്സ് ചാപ്റ്റർ 14 വേഴ്സ് 12-16. പെസഹ പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു അന്ന്. പെരുന്നാളിന് വേണ്ടിയുള്ള കുഞ്ഞാടിനെ അന്ന് യാഗം കഴിക്കണമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെയാണ് നിനക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടത്? യേശു 2 പേരെ ഇങ്ങനെ പറഞ്ഞ് പട്ടണത്തിലേക്ക് അയച്ചു. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടും. അയാളെ അനുഗമിക്കുക. അയാൾ പ്രവേശിക്കുന്നിടത്തെ വീട്ടുടമയോട് ഇങ്ങനെ പറയൂ, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും, അവനെ അനുഗമിപ്പി. എനിക്ക് ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഭക്ഷിക്കുവാനുള്ള എൻ്റെ വിരുന്നുശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. വിരിച്ചൊരുക്കിയ വിശാലമായ ഒരു മാളിക അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ നഗരത്തിലെത്തിയപ്പോൾ യേശു പറഞ്ഞതുപോലെ അവർ സ്ഥലം കണ്ടെത്തി പെസഹ ഒരുക്കി. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം. അതിൻ്റെ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി തന്നെ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞാൽ അബ്രാം യഹോവയെ വിശ്വസിച്ചു, അത് ദൈവം അവൻ നീതിയായിട്ട് കണക്കിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം. ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി കൗണ്ടഡ് ഇറ്റ് ടു ഹിം ഫോർ റൈച്ചസ്നെസ്. ഇനി നമുക്ക് റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലെ ഉള്ളടക്കം നോക്കാം. ഓഫ് കോഴ്സ് ഗോഡ് hadn't really left David and he doesn't forsake you, but God has not promised you will always feel my presence. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. തേർഡ് സെഷൻ നേരായി പ്രോവർബ് ഓർ സദൃശവാക്യങ്ങളാണ്. തേർഡ് സെഷൻ. നേരായി നടക്കുന്നവൻ യഹോവഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. He that walketh in his uprightness feareth the Lord, but he that is perverse in his ways despiseth him. ഇനി മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 12. മത്തായി 6:12. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. അത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു പോർഷനാണ്, ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആൻഡ് ഫോർഗീവ് us our debts as we forgive our debtors. അപ്പോൾ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.